പ്രണയം എപ്പോഴും സന്തോഷമാണ് തരുന്നത്. പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. പ്രണയത്തിൽ വിരഹമൊക്കെ ഉണ്ട്. പ്രണയം അത് പരാജയപ്പെടുന്നവർക്കുണ്ടാകുന്ന വേദന നമ്മളിപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന ഓ നീ എന്നെ തേച്ചു, നിനക്ക് എന്നെ വേണ്ട, പുതിയ ഒരാളെ കിട്ടിയപ്പോ നീ എന്നെ മടുത്തു. ചിലർക്ക് പ്രണയം നിർത്താനുള്ള പേടിയും ആളുകളെ ഇത് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ഇത് തുറന്നു പറയാം. എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങളോട് ഒത്തുപോകാൻ പറ്റുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടണം, എനിക്ക് അയാളുടെ കൂടെ പോകുമ്പോൾ അത് ഇടാൻ എൻ്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് ആ റിലേഷൻഷിപ്പിൽ. വാലന്റൈൻസ് ഡേ ഒക്കെ വരുവാണല്ലോ, അപ്പം നിങ്ങൾക്ക് ഈ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തോന്നുന്ന ആദ്യത്തെ വികാരം എന്താണ്? ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. പ്രണയം എപ്പോഴും സന്തോഷമാണ് തരുന്നത്. പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. പ്രണയത്തിൽ വിരഹമൊക്കെ ഉണ്ട്. പ്രണയത്തിൽ പല പല ഭാവങ്ങളുണ്ട് പ്രണയത്തിന്. അപ്പം സന്തോഷമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പ്രണയം വാവ് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ അങ്ങനെ തോന്നും. പ്രണയം വാക്ക് കേൾക്കുമ്പോഴത്തേനും ആ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഹർഷന്റെ ഉള്ളിലേക്ക് എന്താ വരിക? സ്നേഹമാണ്. പ്രണയത്തിൽ എപ്പോഴും സ്നേഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ പ്രണയത്തിൽ സങ്കടമുണ്ട്, വഴക്കുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ എല്ലാ ഫീലിങ്സും കൊണ്ട് ഇതാക്കുന്നത് ചിലപ്പം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ അടുത്തായിരിക്കും. അപ്പം പ്രണയം എപ്പോഴും എനിക്ക് ലൈക്ക് കംഫർട്ടാണ്, നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ്. എനിക്കെന്താ തോന്നാറ് പ്രണയം എന്ന് പറയുമ്പോഴത്തേനോ? എനിക്കും ഇത് തന്നെയാണ്, ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പുതിയ ഒരാളെ പരിചയപ്പെടാം, അവരുമായിട്ട് ഇഷ്ടമാവുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ഒരു ചിന്താഗതിയല്ല, അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ആ ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ, ആ ഒരു ജേണി, ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഞാൻ പ്രണയത്തിൽ കൂടുതലും ആസ്വദിക്കാറുള്ളത്. പ്രണയത്തിൽ നമ്മളിപ്പം പറഞ്ഞു നമുക്ക് ഹാപ്പിനെസ് ആണ് കൂടുതൽ വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, പ്രണയിക്കുമ്പം തന്നെ നമുക്ക് ആ പ്രണയം എത്രത്തോളം നമ്മൾ പ്രണയത്തിൽ ഹാപ്പി ആയിരുന്നോ അത്രത്തോളം തന്നെ നമ്മൾ വേദനിക്കാനും തയ്യാറാകണം എന്നും പറയാറുണ്ട്. അതായത് എനിക്കൊന്ന് സൗഹൃദത്തിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല, നമുക്ക് പ്രണയത്തിലൊരു ബ്രേക്കപ്പ് സാധ്യത. ഇതെന്താണെന്ന് അറിയാമോ? നമ്മൾ പ്രണയം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്രണയത്തിന്റെ സക്സസ് ആണ് കാണുന്നത്. ഇത് നമ്മൾ പ്രണയിക്കാൻ തുടങ്ങുന്നു, ഇയാളുമായി നമ്മൾ ലൈഫ് കംപ്ലീറ്റ് മുന്നോട്ട് പോകുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു, നമ്മൾ കുട്ടികളാവുന്നു, ഫാമിലി ആവുന്നു, ജീവിക്കുന്നു. ഈ ഒരു സാധനം മുന്നിൽ കണ്ടാണ് നമ്മൾ പ്രണയത്തെ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് എനിക്കൊന്ന് കുറച്ചും കൂടി ആളുകൾ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മളൊക്കെ കണ്ടു വളർന്ന രീതി പ്രണയിച്ച ആളെ തന്നെ കല്യാണം, അതല്ലെങ്കിൽ എന്തോ തെറ്റാണ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കൂലേ, ആ കുട്ടി അയാളുമായിട്ട് പ്രണയത്തിലായിരുന്നു, പിന്നെ അതെവിടെ പോയി, പിന്നെ ആ കുട്ടി വേറെ ആരെയും കല്യാണം കഴിച്ചു, അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഒരിക്കലും സക്സസ് മാത്രം കാണരുത് അതിൽ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പ്രണയത്തിൽ ഫെയിലിയർ ഉണ്ടാവാം, അത് നമ്മൾ ആദ്യമേ ഉൾക്കൊള്ളണം. ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചേക്കാം, ഇതിനെ നമ്മൾ ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായതിനു ശേഷം മാത്രമേ സക്സസ് നമ്മൾ എങ്ങനെയാണോ സന്തോഷത്തോടെ കാണുന്നത്, അതുപോലെ തന്നെ ഇത് ഫെയിൽ ആയാലും ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പോകുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെയിൻ ഉണ്ടാവും, പക്ഷെ പെയിന്റെ ആ ഒരു അളവ് കുറച്ച് കുറഞ്ഞു കിട്ടും. നമുക്കിത് പരാജയപ്പെട്ടാലും നമ്മൾ ജീവിക്കും. യെസ്, ഇതിന്റെ ലൈഫിന്റെ എൻഡ് ഇതല്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ ബ്രേക്കപ്പിനെയും കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പത്തെ ജനറേഷൻ, എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജനറേഷൻ അല്ല, നേരത്തെ പാട്ടുകളൊക്കെ ഉണ്ട്, ഒത്തു കഴിഞ്ഞ് മടുത്താൽ പിന്നെ കൂടെ ഉറങ്ങാൻ മാരേജ് ആക്ടും തലയും ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പത്തെ കുട്ടികള് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് റിലേഷൻഷിപ്പുകളെയും പ്രണയത്തെയും ഒക്കെ കാണുന്നുണ്ട്. കുറച്ചും കൂടെ ഓക്കെ, ഇത് വർക്കായില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് കല്യാണത്തിലല്ല. ഇപ്പൊ നമ്മൾ പ്രണയം തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, എനിക്കിങ്ങനെ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരാളുടെ റിലേഷൻഷിപ്പിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കല്യാണം എന്നൊന്നും അവിടെ പറയാറില്ല. നമ്മൾ നോക്കട്ടെ, മുന്നോട്ട് എങ്ങനെ പോകും നോക്കാം, എന്നിട്ട് എല്ലാം ഓക്കെ ആകുകയാണെങ്കിൽ അത് മാരേജിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ അയാളുമായി ജീവിക്കുമെന്നാണ് നമ്മൾ പറയാറ്. ഒറ്റയടിക്ക് നമ്മളൊക്കെ എന്നാ ഞാനിങ്ങനെ ഒരാളുമായിട്ട് ഇഷ്ടത്തില്ല, കല്യാണമൊക്കെ കഴിക്കാൻ പോവാണെന്ന് നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മുടെയൊക്കെ കാറ്റഗറിയിലുള്ള ആളുകൾ അതിന് കുറച്ചും കൂടി സീരിയസോട് കോഫി ഡേറ്റും എല്ലാ ഡേറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓക്കെ എന്നാ ഇയാളുമായിട്ട് നമുക്ക് മാരേജ് സൈൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. തുടക്കത്തിലെ നമ്മളൊക്കെ ഇയാളെ തന്നെ കല്യാണം കഴിക്കാം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാറില്ല ഇപ്പം പൊതുവെ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും
പഴയ ചിന്താഗതി ഉള്ളവരും ഉണ്ട് ഉണ്ട്, ക്രിസ്ത്യൻ. തീർച്ചയായും ഉണ്ട്. ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഈ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളാണെങ്കിൽ ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ ഇന്നത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ കൂടെ ഇറങ്ങാൻ മാരേജ് ആക്ടും താലിമൊന്നും വേണ്ട എന്ന് പാടി നടക്കാൻ പറ്റത്തില്ല. പ്രണയം അത് പരാജയപ്പെടുന്നവർക്കുണ്ടാകുന്ന വേദന നമ്മളിപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ്. അത് പരാജയപ്പെട്ടു, അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയം അത് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ലൈഫിന്റെ നല്ലൊരു പീരീഡ് ഇതിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് കുറെ ആളുകൾക്ക്. ഇപ്പം ഇപ്പൊ ഞാനൊരു സംഭവം, എനിക്കൊരു പ്രശ്നമുണ്ടായി, ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെ സോൾവ് ചെയ്ത് അടുത്ത ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ എടുക്കുന്ന സമയമായിരിക്കില്ല ക്രിസ്റ്റീനയോ അല്ലെങ്കിൽ കൃപയോ എടുക്കുന്നുണ്ടാവും. അതിന്റെ എല്ലാവർക്കും അവരുടേതായ സമയമുണ്ടല്ലോ. അപ്പം ഈ പറയുന്നത് പോലെ നമ്മൾ തുടങ്ങി വെക്കുന്ന ഒരു സാധനം അത് അതിന്റെ എൻഡിലേക്ക് എത്തിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്നത് പോലെ നമ്മൾ തുടങ്ങി വെക്കുന്ന ഒരു സാധനം അതിനെ എൻഡിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ അതിനെ മുൻകൂട്ടി കാണണം. ഇതിൽ സക്സസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതിൽ ഫെയിലിയർ സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമ്മൾ കുറെയൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഹർഷ പറഞ്ഞതുപോലെ. എഫർട്ട് ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം ആവരുത്. ഈ പ്രണയത്തിൽ 2 വ്യക്തികളാണ്, അപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കിയിട്ട് രണ്ടുപേർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതൊരു നല്ല റിലേഷൻ ആവത്തുള്ളൂ. ഇല്ലേ? നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു റിലേഷൻഷിപ്പ് അല്ല. അത് ഒരു റിലേഷൻഷിപ്പിലും അഡ്ജസ്റ്റ്മെന്റ് അല്ല. പ്രണയത്തിലേക്ക് വന്നാലും, നമ്മൾ വിവാഹജീവിതത്തിലേക്ക് വന്നാലും, സൗഹൃദത്തിലേക്ക് വന്നാലും, ഈവൻ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നാലും അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാവേണ്ടത്. ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ബന്ധവും മടുപ്പിക്കുകയും ചെയ്യും. നമുക്ക് അത്രയും നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ നമ്മൾ നമുക്കായി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നമ്മളായി നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ഒരിക്കലും, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റണം. അത് ഏത് ബന്ധത്തിലാണെങ്കിലും നമുക്ക് നമ്മളായി തന്നെ നിൽക്കാൻ പറ്റണം. പക്ഷെ ക്രിസ്റ്റീന, ഞാനിപ്പോ കണ്ടുവരുന്നിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് ആയാലും കുറെ പേരുടെ ഞാൻ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ഒരാൾ മാത്രമായിരിക്കും. ഒരു റിലേഷൻ കൊണ്ടുപോകാൻ ഒരാൾ മാത്രം കുറേ കാര്യങ്ങൾ ചെയ്യും, മറ്റേ ആൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആ സമയത്താണ് ബ്രേക്കപ്പിലേക്ക് വരിക. അപ്പം ഒരു പക്ഷേ നമ്മൾ ഈ ബ്രേക്കപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് ബ്രേക്കപ്പ് പറയുന്ന ആൾ തേച്ചു എന്നൊരു വാക്ക്, ആ തേച്ചു എന്ന വാക്കിനോട് കൃപ പറഞ്ഞതുപോലെ ഈ എഫേർട്ട് ഇട്ട ആളായിരിക്കും ഈ റിലേഷൻ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ പെയിൻ എടുക്കുന്നുണ്ടാവാം. മറ്റേ ആളെ ഇതൊരു പരിധി കൂടുതൽ ബാധിക്കത്തേ ഇല്ല, അയാളുടെ പാട് നോക്കി പോയിണ്ടാവും. പക്ഷെ ഈ എഫേർട്ട് ഇടുന്ന ആള് ഭയങ്കരമായി പെയിൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യം. അത് ബ്രേക്കപ്പ് അങ്ങനെയല്ല. ഇപ്പൊ ഈ എഫേർട്ട് ഇടുന്ന ആള് തന്നെ ആയിരിക്കും ലാസ്റ്റ് സഹി ഇട്ടിട്ട് നമുക്ക് നിർത്താം, ഇത് പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നത്, ഓ നീ എന്നെ തേച്ചു, നിനക്ക് എന്നെ വേണ്ട, പുതിയ ഒരാളെ കിട്ടിയപ്പോ നീ എന്നെ മടുത്തു. അങ്ങനത്തെ കുറെ ടോക്ക് ഉണ്ടാവാറുണ്ട്. അത് ഇല്ലേ? നമ്മുടെ കൂടെയുള്ളവരും നമ്മൾ എടുക്കുന്ന പെയിൻ, ചിലപ്പോ അപ്പുറം നിൽക്കുന്ന ആൾ അത്രയും നല്ലൊരു വ്യക്തിയായിട്ട് നീ എന്തുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു, ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കാം. പക്ഷെ പുറമേന്ന് കാണുന്ന വ്യക്തി ആയിരിക്കൂല ഒരു പ്രണയത്തിലേക്ക് വരുമ്പോ ഉണ്ടാവുക. നമ്മള് പ്രണയിക്കുന്ന വ്യക്തി അല്ല വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത് കേൾക്കാറില്ലേ? ഇപ്പം ക്രിസ്റ്റീനെ പ്രണയിക്കുന്ന ആൾ എന്ന് പറയുന്ന ആ വ്യക്തി എനിക്കറിയുന്ന പോലെ ആയിരിക്കില്ല ക്രിസ്റ്റീനയുടെ അടുത്ത്. അയാളുടെ എല്ലാ ഭാവവും ക്രിസ്റ്റീനയുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ആ വ്യക്തി എപ്പോഴും നമ്മൾ അയാളെ ഏറ്റവും കൂടുതൽ മൊത്തമായി ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ അടുത്ത് അയാൾ വേറെ തന്നെ ഒരു പേഴ്സൺ ആയിരിക്കും. ഈ പറയുന്ന നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ നിൽക്കുന്ന പോലെ ഒരാളെ ആയിരിക്കണം എന്നില്ല. അയാളുടെ നെഗറ്റീവിന്റെ എക്സ്ട്രീമോ അയാളുടെ പോസിറ്റീവിന്റെ എക്സ്ട്രീമോ ഒക്കെ ചിലപ്പോൾ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിത് മറ്റുള്ള ആളുകളെ പറഞ്ഞ് ഓക്കെ ഇയാൾ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് ബ്രേക്കപ്പായി വന്നത്, നമ്മൾ ആളുകളെ പറഞ്ഞ് എന്നുവെച്ചാൽ നമ്മുടെ ഈ കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളുകളോടെ നമുക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആരോട് നമ്മൾ ഇപ്പം ചിലർക്ക് പ്രണയം നിർത്താനുള്ള പേടിയും ആളുകളെ ഇത് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പം ഞാനിപ്പോ ഒക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ആ പെയിൻ എടുക്കുന്നതും അതിന്റെ ഹാപ്പിനെസ് എടുക്കുന്നതും അതിന്റെ വേദന എടുക്കുന്നതും ഞാനെന്ന വ്യക്തിയാണ്. ഞാൻ പ്രണയിക്കുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തിയാണ്. അപ്പം ഇതിനകത്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഞാൻ തന്നെയാണ്. അപ്പൊ ആരോടാണ് നമ്മളൊരു പ്രണയം നിർത്തണമെങ്കിൽ റെസ്പോൺസിബിൾ ആവേണ്ടി വരുന്നത്? നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറോട് നമുക്ക് പറയാം, എനിക്കിത് പറ്റുന്നില്ല, ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട്. വേണമെങ്കിൽ നമ്മൾക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നവരുണ്ട്. ചിലര് ആൾ ഓക്കെ ആവാനുള്ള ഒരു ശ്രമം നടത്തി അതിനോടൊപ്പം തന്നെ, അതായത് ഞാൻ
ഒരാൾ ബ്രേക്കപ്പ് പറയുക എന്ന് പറയുന്നത് തന്നെ മാനസികമായിട്ട് അത്രയും തയ്യാറെടുത്തിട്ട് വേദന എടുത്തിട്ട് ഒക്കെ ആയിരിക്കാം. പറ്റിച്ചു പോകലുകൾ എന്ന വാക്കൊക്കെ ഉണ്ട്, അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരാൾക്ക് പറ്റാതെ വരികയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഒരാൾ ബ്രേക്കപ്പ് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഇത് ഇന്ന കാരണം കൊണ്ട് ഞാനിത് അവസാനിപ്പിച്ചു എന്ന് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു റീസണും മനസ്സിലാക്കാൻ തയ്യാറാവണമെന്നില്ല. ചിലരുണ്ട് ക്രിസ്റ്റീന, ഇപ്പൊ ഞാൻ 6 വർഷം പ്രേമിച്ചു, ഞാൻ 7 വർഷം പ്രേമിച്ചു, ഈ പ്രേമത്തിന്റെ ഈ വർഷക്കണക്ക് വെച്ചിട്ട് ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കണം അങ്ങനെ അത് എന്താ പറയുക, സെന്റിമെന്റ്സിനപ്പുറത്തേക്ക് നമ്മൾ ആളുകളോട് എന്ത് പറയും എന്നുള്ളൊരു ഭയം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇല്ലേ? അതായത് ഞാനിപ്പോ 6 വർഷം ഇയാളുമായിട്ട് പ്രണയത്തിൽ എല്ലാവർക്കും അറിയാം, ഫാമിലിക്ക് അറിയാം, ഞാൻ നിർത്തുമ്പോ ഞാൻ വേറൊരാളെ നമ്മൾ ആർക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത് ഇവരോട് ഇനി എങ്ങനെ ഇതിനെ കുറിച്ചൊന്ന് പറയാ, അല്ലെങ്കിൽ ഞാനിത് ഇപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയാതെ അടുത്തൊരു പ്രണയത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഇന്ന ആളുമായിട്ട് അതൊക്കെ പോയോ, അതെപ്പോഴാ നമ്മൾ ഈ ആൻസർ കൊടുക്കണല്ലോ. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് ബൗണ്ടറീസിനെ കുറിച്ച്, അത് വേറൊരു ടോപ്പിക് തന്നെയാണ്. ബൗണ്ടറീസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ കൃപയുമായി പ്രണയത്തിലായാൽ എനിക്ക് കൃപ സെറ്റ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രണയം എന്ന് പറയുന്ന ആണും പെണ്ണും മാത്രം തമ്മിൽ സംഭവിക്കുന്നതല്ലല്ലോ. പെണ്ണും ആണും ഒക്കെ തമ്മിൽ സംഭവിക്കാവുന്ന കാര്യമാണല്ലോ. അപ്പൊ എനിക്ക് കൃപ വർക്ക് ആവുന്നില്ല, എനിക്കത് സമയത്ത് ബ്രേക്ക് ആകണമെങ്കിൽ ഞാനിപ്പോ ഹർഷനോട് വന്നിട്ട് എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കത് വർക്ക് ആവുന്നില്ല എന്ന് ഞാൻ ഹർഷയെ ബോധിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്കത് വർക്കായില്ല എന്നൊരൊറ്റ വാക്കിൽ അത് കേൾക്കുന്ന ആളും അയാളുടെ ഭാഗത്തുനിന്ന് അതിനെ ചിന്തിച്ചത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കാനുള്ള. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് അത് ഭയങ്കരമായി ജഡ്ജ് ചെയ്യും, എന്നാലും നിനക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കായിരുന്നല്ലോ. പക്ഷെ ആ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ കടന്നു വന്ന സാഹചര്യം അത്രയും അറിയണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമ്മളാണ് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ഇത് തുറന്നു പറയാം. എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങളോട് ഒത്തുപോകാൻ പറ്റുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാം. കള്ളം പറഞ്ഞ് എനിക്ക് മീൻസ് നടക്കുന്നില്ല, പറ്റുന്നില്ല, അത് അപ്പുറം നിൽക്കുന്ന ആൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള എത്രത്തോളം മാനസിക വളർച്ച ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അത് മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പ്രണയിക്കുന്ന ആള് ഇപ്പം ടോക്സിസിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനം മറുവശത്തുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളോട് നമുക്കിത് അത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ എങ്ങനെ എടുക്കും? ചിലപ്പോൾ അവര് പോയി ആത്മഹത്യ ചെയ്ത് കളയും, നമ്മൾ പോയി നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ നമ്മൾ പോകുന്ന സ്പേസിലൊക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയി നമ്മളിങ്ങനെ പിന്തുടർന്ന് ഫോൺ ചെയ്തും നേരിട്ട് വന്നും റോഡ് പബ്ലിക് പ്ലേസിൽ നിന്ന് നമ്മളെ അപമാനിച്ചും ഫ്രണ്ട്സിനോട് വിളിച്ചും ഫാമിലിനെ വിളിച്ചിട്ടും, അതായത് ആ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന പേഴ്സണൽ സ്പേസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു കൂവി ഭയങ്കരമായി നമ്മളെ അപമാനിക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന അത്തരം ടോക്സിക് ബന്ധങ്ങൾ വരുമ്പോഴും നമുക്ക് ഈ നമ്മുടെ ഓപ്പോസിറ്റ് ആളോട് പറയണം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ വേണ്ടി അതിനേക്കാളും വലിയ പെയിൻ ആയിരിക്കും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരോട്. അപ്പൊ നമ്മൾ അതിനെയും ഭയക്കണം. അതെ, ടോക്സിസിറ്റിനെ നമ്മൾ ഭയങ്കരമായി ഭയക്കണം. നമുക്ക് പ്രണയം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പ്രണയിക്കുന്ന ആള് ടോക്സിക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് 1-2 തവണ നമുക്ക് പല കാര്യങ്ങളിലും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രിട്ടിക്കലായിട്ടും കൂടെ ഇമോഷൻസ് അപ്പുറത്തേക്ക് എനിക്ക് തോന്നണേ നമ്മൾ ബ്രെയിനും കൂടെ ഉപയോഗിക്കണം, മനസ്സിനപ്പുറത്തേക്ക് ബ്രെയിനും കൂടെ ഉപയോഗിക്കണം എന്നത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഇയാളുടെ കൂടെ എനിക്ക് വർക്കാവും. അതായത് നമ്മൾ പ്രണയം എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. പ്രണയം ഉണ്ടാവണം, പ്രണയിക്കുകയും വേണം. അത് നമ്മൾക്ക് പക്ഷെ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കണം. അല്ലാതെ എൻ്റെ പ്രണയം എനിക്ക് മറ്റ് സൗഹൃദങ്ങളില്ലാതെ, എനിക്കൊരു സിനിമയ്ക്ക് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിൻ്റെ കൂടെയോ ഗേൾസിൻ്റെ കൂടെയോ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റാതെ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ ഒരാളോട് നമ്മൾ സ്നേഹം കൊണ്ട് പറയുന്നതും പറയാൻ നിർബന്ധിതരാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കണം, ഈ പ്രണയം നമ്മൾ ഉപയോഗിക്കുകയാണോ, ഈ വ്യക്തി നമ്മൾ ഉപയോഗിക്കുകയാണോ, അതോ ശരിക്കും നമ്മളോട് പ്രണയമാണോ, നമ്മുടെ വളർച്ചേനെ എത്രത്തോളം ഈ പ്രണയം സഹായിക്കുന്നുണ്ട്, ഈ വ്യക്തി തന്നെ ഇത് റൈറ്റ് ആണോ. നമുക്കെപ്പോഴും എനിക്ക് തോന്നുന്നത് 2 പേര് തമ്മിൽ ഒരു ഓപ്പൺ കോൺവെർസേഷനും കൂടെ ഇതിനകത്തുണ്ടാവണം. ഈ പ്രണയിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരാളോട് ക്രഷ് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സ് സ്പേസ് ഉണ്ടാവണം ആ ബന്ധത്തില്.
നമുക്ക് പറയാതിരിക്കാൻ അവിടെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടണം, എനിക്ക് അയാളുടെ കൂടെ പോകുമ്പോൾ അത് ഇടാൻ എൻ്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് ആ റിലേഷൻഷിപ്പിൽ. കാരണം എത്ര കാലം നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഒക്കെ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചോ, ഇന്നിപ്പോൾ അവൻ്റെ കൂടെ പോകുമ്പോൾ ഇത് ഇടണ്ട, അല്ലെ അവളുടെ കൂടെ പോകുമ്പോൾ ഇത് ഇടണ്ട, അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാവില്ല എന്ന് നമ്മൾ എത്ര കാലം നമ്മൾ അങ്ങനെ നിൽക്കും. അപ്പം അതൊക്കെ ചെറിയതായിട്ടുള്ള ഒരു സാധനം, അവിടെ വരെ നമ്മൾ ഓക്കെ ആവണം എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ. അതിനോടൊപ്പം തന്നെ എനിക്കങ്ങനെ ആൾക്കിപ്പോൾ ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് ഇപ്പോൾ എന്നെ സാരിയിൽ കാണാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചുരിദാറിൽ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കും. എന്നും പറഞ്ഞാൽ എനിക്ക് ഷോർട്സ് ഇടാൻ ഇഷ്ടമാണ്, ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് എന്നെ ഷോർട്സിൽ കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നതിനെ കുറിച്ചാണ് അതും പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അവർക്കിപ്പം എന്താണോ ചെയ്യാൻ സ്വാതന്ത്ര്യം, അവർക്ക് എന്താണോ ഇഷ്ടം അത് അവർക്ക് സംഭവിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മളിങ്ങനെ ഒരു വാള് പോലെ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നമ്മളെപ്പോഴും റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കും നമ്മുടെ കൂടെ അയാൾ വേണം. നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞാൽ, നമ്മുടെ ജോലി ടൈം കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു നമ്മുടെ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ അവർക്കും അവരുടേതായ സ്പേസ് വേണം, നമുക്കും നമ്മുടേതായ സ്പേസ് വേണം. അപ്പം ഒരിക്കലും ഈ അയാൾ 24 hours എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത് പ്രണയത്തിലാവുമ്പോഴൊക്കെ. ഇപ്പോഴും മീ ടൈം എന്നൊക്കെ പറയില്ലേ, നമുക്കും വേണം അവർക്കും വേണം അത്. അപ്പൊ അതിനുവേണ്ടി ആരെങ്കിലും രണ്ടുപേരും എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ചില ആളുകൾക്കിടയിൽ അങ്ങനെയില്ല. 24 മണിക്കൂർ എൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിരിക്കണം, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, എൻ്റെ കൂടെ ഉണ്ടാവണം, എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ ബിസി ആവുന്നത് എന്താ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ മടുപ്പിക്കും നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ. പക്ഷെ അങ്ങനെ ഈ ടൈമും കൂടി നമ്മൾ അതിൽ കണ്ടെത്തുന്നപ്പോ നമുക്ക് ഫ്രണ്ട്സും നമ്മൾ ചെയ്യുന്നത് പോലെ അവർക്കും ഇതെല്ലാം ചെയ്യാനുണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രണയത്തിൽ നിന്ന് ശരിക്കും നമ്മളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ പ്രണയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടാവുക. ഇപ്പൊ ചിലപ്പോൾ എനിക്കൊരു കെയർ ആയിരിക്കാം, ചിലപ്പോൾ എനിക്ക് ഒരു സാധനം ചെയ്യാനുള്ള ഒരു പുഷ് ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലപ്പോൾ മെന്റൽ സപ്പോർട്ട് ആയിരിക്കാം, ഫിസിക്കൽ സപ്പോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് എന്നെ ഒപ്പം നിന്ന് എൻ്റെ ഈ ജേണിയിൽ നീ ഇത് ചെയ്ത് നന്നായിട്ടുണ്ട്, ഇത് മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം, പക്ഷെ അതൊരിക്കലും ഇൻസൾട്ട് ചെയ്തിട്ടാവരുത്. അപ്പം ഓരോരുത്തരും പ്രണയത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത പങ്കാളിക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ ആ ആൾക്കത് തരാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊരു എനിക്ക് തോന്നുന്നത് ബോധ്യമുണ്ടാവണം. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് കെയർ ആണ്, പക്ഷെ കൃപ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ഒരു പ്രണയത്തിൽ ശരിക്കണോ? ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു, അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാനുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഇപ്പൊ ആ പ്രശ്നം എന്തുകൊണ്ട് വന്നു, ഇതെങ്ങനെ പരിഹരിക്കാം, നമ്മൾ ഇമോഷണലി ആയിരിക്കും അവരപ്പോ ലോജിക്കായിട്ട് നമുക്കൊരു ഉത്തരം തരണം. അത് ഡയറക്റ്റ് പറയുന്നതല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന രീതി നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ, എനിക്ക് ആ ടൈമിൽ നമ്മളെ കേൾക്കുന്ന ഒരാൾ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് തോന്നുന്നത് പ്രണയത്തിൽ നമ്മൾ കേൾക്കപ്പെടണം. പ്രണയത്തിൽ നിന്ന് സൗഹൃദത്തിലല്ല നമ്മൾ കേൾക്കപ്പെടണം. സൗഹൃദത്തിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ എത്രത്തോളം പറ്റും, പക്ഷെ അങ്ങനെ പറ്റും എങ്കിൽ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, എന്റേതാണ്. സൗഹൃദത്തിൽ സംഭവിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പാർട്ട്ണറിന്റെ ഒരു സപ്പോർട്ടായിരിക്കുമല്ലോ ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യും, പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇയാൾ നമ്മൾക്കൊരു സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ അതല്ലേ. ക്രിസ്റ്റിനെ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ 3 പേരോട് സംസാരിച്ച ഒരു വിഷയത്തെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അത് ക്രിസ്റ്റിനയ്ക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ക്രിസ്റ്റിനയുടെ പാർട്ട്ണർ വിളിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ സെയിം സാധനമായിരിക്കും പുള്ളി പറയുന്നത്. അപ്പോഴായിരിക്കും ക്രിസ്റ്റിന അത് ശരി പുള്ളി പറഞ്ഞല്ലോ. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആള് പറയുന്ന ആളുടെ ഒപ്പീനിയൻസ് അതേപോലെ നമ്മൾ എടുക്കുക അത് പാടില്ല. നമ്മുടെ ഇതും കൂടി ഉണ്ടാവണം. അതായത് എന്താ പറയാ, ആളുടെ തീരുമാനങ്ങള് ആളുടെ ഡിസിഷൻസ് അതൊരിക്കലും നമ്മുടെ ഡിസിഷൻ ആവരുത്. നമുക്കത് എടുക്കാൻ പറ്റണം. നമ്മള് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രശ്നത്തെ സ്വീകരിക്കാം. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷനും നമ്മൾ തന്നെ കുറേ തവണ ആലോചിച്ചിട്ടുണ്ടാവും ഇല്ലേ. നമ്മൾ അതിനുള്ള എത്രയോ തവണ നമ്മളൊരു സാധനം ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഒരാളുടെ അടുത്ത് പറയണ്ടാവും. അപ്പൊ ഇപ്പൊ കൃപ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുക. എന്താണ് നിനക്ക് സൊല്യൂഷൻ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഓക്കെ, അതിന്റെ കൂടെ നീ ഇതും കൂടെ ചെയ്താൽ നന്നായിരിക്കും. അത് ശരിയാണ്. നമ്മളെ കേൾക്കപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു ബന്ധത്തിലും. പ്രശ്നമുണ്ട്, ഇത് ഇപ്പൊ കേട്ടിട്ട് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നീ അന്ന് അങ്ങനെ ചെയ്തതല്ലേ എന്ന് എടുത്തിടാനും പാടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ ആ റിലേഷൻഷിപ്പിനുള്ളിൽ നമുക്ക് സ്പേസ് ഉണ്ടാവണം, രണ്ടുപേർക്കും എന്തും പറയാം, അത് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യാൻ നമുക്കുണ്ടെങ്കിൽ
അത് ഇപ്പം ചില ആളുകൾ നമ്മളൊക്കെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊക്കെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ആളുകളായിരിക്കാം നമ്മൾ. പക്ഷെ നമുക്ക് മുന്നേ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ അവരുടെ ലൈഫ് വെച്ച് കുറെയൊക്കെ നമ്മുടെ ലൈഫിനൊക്കെ ഇപ്പൊ കാണുന്ന ഒന്നും അല്ല ലൈഫ്, നിങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ മനസ്സിലാവുക. ഇപ്പൊ ഇതൊന്നും അല്ല ലൈഫ്, ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നൊക്കെ പറയും. പക്ഷെ എല്ലാ ആളുകളുടെയും ലൈഫ് ഡിഫറൻസ് ആണ്. ഞാൻ നോക്കുമ്പം ഇപ്പൊ നമുക്കൊക്കെ സിബ്ലിങ്സ് ഉണ്ട്, അവരുടെ ഒക്കെ ലൈഫ് നമുക്ക് പാഠമാണ്. പക്ഷെ അവരുടെ ലൈഫിലെ പോലെ നമ്മുടെ ലൈഫിൽ ആവണമെന്ന് ഒരു നിർബന്ധവും. അങ്ങനെ സംഭവിക്കില്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് സംഭവിച്ചത് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കാതിരിക്കാൻ ഞാനും ക്രിസ്റ്റീനയും ഒക്കെ ഇടയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ചില ആളുകളുടെ ലൈഫ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആവരുത് എന്നും ചില ആളുകളുടെ ലൈഫ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആവണമെന്നും നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ തന്നെ അതിനുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ ആളുകള് അവരുടെ ലൈഫ് വെച്ച് ഒരിക്കലും മറ്റുള്ള ലൈഫിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇപ്പൊ എന്റെ ലൈഫിൽ ഇങ്ങനെയാണ്, ഞാനൊക്കെ കുറെ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളോടെ കടന്നുപോയത്, നിനക്ക് വരാനിരിക്കുന്നുള്ളൂ, നീ കണ്ടോ, ഇങ്ങനെ ഇട്ട് തരും ഒരു നെഗറ്റീവ് ആണ് സാധനം ശരിക്കും പറഞ്ഞാല്. അപ്പം ആക്ച്വലി എന്റെ പ്രണയത്തിൽ ഞാൻ കറന്റ്ലി ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയാം ഇപ്പോഴല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണൂല എന്ന് പറയും. പക്ഷെ ആ സമയത്ത് നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാണല്ലോ. അതിനെ ആ രീതിയിൽ നമ്മൾ എടുക്കാന്നുള്ളത്. മറ്റുള്ളവർ പറയുന്നതിനെ മാക്സിമം അവരവരുടെ ഭാഗം പറയുന്നു, അതിന് വിട്ടുകളയുക. എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാതിരുന്നു. അതെ അതെ പറയാൻ വന്നതാണ്. നമ്മളിപ്പോ ഞാനൊരു പങ്കാളിയായിരിക്കില്ല ആഗ്രഹിച്ചത് തന്നെ പറയാം. അതായത് ഞാനൊരാളെ സെലക്ട് ചെയ്യുന്ന ക്വാളിറ്റി ആയിരിക്കൂല, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് കൃപേന്റെ ഹർഷേന്റെ ക്വാളിറ്റി അതായിരിക്കില്ല. ഇപ്പം ഞാനിപ്പോൾ എന്റെ ഒരു സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ആയിരിക്കില്ല നിങ്ങളുടെ ഒരു സാധനം. പക്ഷെ സൗന്ദര്യം മാത്രം നോക്കി നമ്മളൊരാളെ തിരഞ്ഞെടുക്കുന്നു എന്നല്ല ഈ പറഞ്ഞ ജീവിതം കൊഞ്ഞാട്ടാവും, നായമക്കി എന്നൊക്കെ പറയാം. സൗന്ദര്യം മാത്രം ഒരിക്കലും ഒരു പ്രണയത്തിന് പ്രണയം തിരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യം മാത്രം ഒരു അടിസ്ഥാനമാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ശരിക്കും ആ പങ്കാളിയുടെ സ്വഭാവം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. എന്താണ് ആള്, പറ്റില്ല. ഇന്ന് വരെയുള്ള എന്നെ ഹർഷയ്ക്ക് അറിയുള്ളൂ. അപ്പൊ നാളെ ഞാൻ ചിലപ്പോ ഇന്ന് വരെ നമ്മൾ തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായിരിക്കും. നാളെ എങ്ങനെ വേണമെങ്കിലും ഞാൻ റിയാക്ട് ചെയ്യാം. അത് എന്റെ സിറ്റുവേഷനും നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് സാഹചര്യം കൊണ്ട് മാറാം. അപ്പം ഇന്ന് വരെ ഞാൻ പ്രണയിക്കുന്ന ആള് നല്ലതാണ്. അപ്പൊ നമ്മൾ ആ പ്രണയം വിവാഹത്തിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഇന്ന് വരെയുള്ള ആളെ പ്രതീക്ഷയാവുള്ളൂ. നാളെയും അയാൾ ഇതുപോലെ തന്നെ പെരുമാറും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വിവാഹത്തിലേക്ക് പോരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് പ്രണയത്തിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകള് കല്യാണം കഴിക്കുക, സന്തോഷമായി ജീവിക്കുക, ഇതല്ല പ്രണയത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. പ്രണയത്തിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നതാണ് സക്സസ്. അങ്ങനെ സംഭവിക്കുന്നവരോട് അങ്ങനെ സംഭവിക്കട്ടെ. അത് ചിലർക്കത് അങ്ങനെ വിവാഹത്തിലേക്ക് എത്താൻ പറ്റാറില്ല. അപ്പൊ അവർക്ക് ഭയങ്കര പെയിൻ വരാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഒരു പ്രണയം സക്സസ് ആയില്ലേ എന്ന് നമ്മൾ ഒരിക്കലും ഒരാളോട് ചോദിക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രിസ്റ്റീന ആലോചിച്ചിട്ടുണ്ടോ ഈ വൺ സൈഡ് ലവ് ചെയ്യുന്നവരെ പറ്റിയൊക്കെ? വൺ സൈഡ് ലവ് അവർക്ക് ഉണ്ടാവുമല്ലോ, ഓപ്പോസിറ്റ് ഒരാളെ ഇഷ്ടമാണ് പക്ഷെ അവർക്ക് പറയാൻ മടിയാണ്. അപ്പൊ അവർ പ്രണയിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റിജക്ട് ആയി പോയിട്ട് പിന്നെയും നിൽക്കുന്നുണ്ടാവാ. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കുക എന്ന് കുറച്ച് പാടായിരിക്കും, പക്ഷെ നമ്മളത് അംഗീകരിക്കുക. ഓക്കെ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമ്മൾ പ്രണയിക്കുന്ന, നമുക്ക് ആരോടും പ്രണയം തോന്നാം. അതെ, അതിന് മനുഷ്യനാണ്. അതുപോലെ തന്നെ എപ്പോ വേണമെങ്കിലും തോന്നാം. അത് മനുഷ്യനാണ് പുള്ളേ എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ അതൊരിക്കലും മതമോ ജാതിയോ നിറമോ തൊഴിലോ അല്ലെങ്കിൽ ഭാഷയോ അങ്ങനെ ഒന്നും അടിസ്ഥാനപ്പെടുത്തില്ല. നമുക്ക് ആരോടും തോന്നാം പ്രണയം. പക്ഷെ ആ പ്രണയം അപ്പുറത്തെ ആൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അതിനെയും അംഗീകരിക്കാൻ തയ്യാറാവണം. നീ നേരത്തെ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മിസ്സിന് ഇപ്പോ റിലേഷൻ ഇല്ല, പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് മിസ് ഒരു നല്ല പ്രണയ ജീവിതം ആസ്വദിക്കുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അങ്ങനെയും ഉണ്ട് ചിലർ, അങ്ങനെയും അതിനെ കാണുന്നവരുണ്ട്. എനിക്ക് വിവാഹത്തിന് ശേഷം അത് അവർ ലക്കാണ്. അവർക്ക് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നുമില്ല. അതെ, ഇപ്പം കല്യാണത്തിന് മുന്നേ എനിക്ക് പ്രണയം ഉണ്ടായില്ല, അയ്യോ എനിക്ക് പ്രണയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രണയിക്കാം. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം കല്യാണം കഴിഞ്ഞ് നമുക്ക് പ്രണയം തോന്നുന്നു വേറെ ആരോടെങ്കിലും ആണെങ്കിലോ. അതേപോലെ നമുക്ക് ആരോടും തോന്നാം പ്രണയം. അങ്ങനെ വേറെ ആരോടെങ്കിലും തോന്നുവാണെങ്കിൽ ഇയാളോട് തുറന്നു പറയണം കേട്ടോ. പറയാനുള്ള കൊല്ലാനൊന്നും നിൽക്കരുത് ക്രിസ്റ്റീന. അത് നമുക്ക് പറയാൻ പറ്റില്ല.
നമ്മളിപ്പോ ഇത്രയും നേരം പ്രണയത്തിലെ പ്രശ്നങ്ങളും പ്രണയത്തിൽ ഉണ്ടാവുന്ന കുറെ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മളെല്ലാം മറ്റുള്ളവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ സംസാരിച്ചല്ലോ. ശരിക്കും പ്രണയത്തിന്റെ പോസിറ്റീവ് സൈഡും കൂടി നമ്മൾ കുറേ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് ഒരു വിഷയം തന്നെ ആയിട്ടുണ്ട് പ്രണയത്തിന്റെ പോസിറ്റീവ് സൈഡ്. അപ്പോഴും ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു +2 കാലഘട്ടം വരെ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ എന്തോ പാപമാണെന്നൊക്കെ. കാരണം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വളർന്നത്. അപ്പൊ എനിക്ക് മറ്റുള്ള കുട്ടികളൊക്കെ ഇന്ന ആളെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറയും ഇതൊക്കെ മോശമായിട്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയായിരുന്നു. പക്ഷെ +2 കഴിഞ്ഞിട്ട് എന്നോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിലേക്ക് ചാടി. ലൈക്ക് അതൊരു പാപമല്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതിന്റെ ഒരു ഭയങ്കര രസമുണ്ടല്ലോ, രസമായ ഒരു ഫീലിങ്സ് ഒക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ പ്രണയത്തിൽ ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി, ഇപ്പൊ നേരത്തെ ഉള്ള പറഞ്ഞ 7, 8, 9 കൊല്ലം നമ്മൾ അയാളുമായി പ്രണയിച്ചു. അയാളുടെ സൈഡിലെ നെഗറ്റീവ് സൈഡ് ഓക്കെ, പക്ഷെ അയാളുടെ സൈഡിൽ നമുക്ക് കുറെ പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം, ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് അയാളെ അടച്ചാക്ഷേപിക്കാനും പറ്റത്തില്ല. ആ തിരിച്ചറിവൊക്കെ എനിക്ക് കുറച്ചു കാലം മുന്നേ ആയിട്ടാണ് വന്നത്. ഞാനും ഈ പറയുന്ന പോലെ പ്രണയങ്ങൾ 1, 2, 3 നമുക്ക് ഒരുപാട് ഉണ്ടാവും, പൊട്ടിപ്പോയതും നിലനിൽക്കുന്നതുമായിട്ടുള്ളതൊക്കെ. അപ്പം തളരരുത്, നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് ഓക്കെ എന്ന് പറയുന്ന ആള് വരാൻ കുറച്ച് സമയം പിടിക്കും. ഒരു റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ സമയം എടുക്കും. അപ്പം അപ്പം പറയുന്ന പോലെ ഈ പ്രണയത്തിൽ എപ്പോഴും പ്രണയത്തിലായിരിക്കും നമ്മൾ എപ്പോഴും സർപ്രൈസുകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഭംഗിയാണ്, ഭയങ്കരമായി ഭംഗിയാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെപ്പോഴെങ്കിലും നമ്മളോട് ആഗ്രഹം പോലെ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ഓക്കെ ആവുന്ന തോന്നുന്ന സമയത്ത്, ഫിനാൻഷ്യലി ഒക്കെ നമുക്ക് ഓക്കെ ആവുന്ന സമയത്ത് അത് ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് അതൊക്കെ തന്നെയാണ് മുന്നോട്ട് ഇവർ കൊള്ളാം ഇവരുടെ ജീവിതം. പക്ഷെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് വേണം നമ്മൾ ഫിനാൻഷ്യൽ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ വിചാരിക്കും നമ്മളില്ലാതെ എവിടുന്നെങ്കിലും കടം മേടിച്ച് അങ്ങനെ കൊടുക്കുന്നതിനോട് എനിക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോ ഇത് പറ്റിയില്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു പ്രണയം അതിന്റെ സക്സസ് ആവുന്ന വിവാഹത്തിലാണ് കഴിക്കുന്നവർ. അങ്ങനെ നമുക്ക് ആഡ് ഓൺ ചെയ്യണം. കാരണം എല്ലാ പ്രണയവും നമ്മൾ പറഞ്ഞാൽ വിവാഹത്തിൽ സംഭവിച്ച ആ മൊമെന്റ്സ് ആണ്. അതിനകത്ത് പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ വന്നപ്പം ഒരിക്കലും പ്രണയം എന്ന് പറയുന്നതിന്റെ അവസാനം വിവാഹമാണെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഒരു പ്രണയത്തിലേക്ക് നമ്മൾ ഇറങ്ങരുത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ വിചാരിച്ചല്ലേ. അതാണ് നമ്മൾ പിന്നെയും അത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രണയം പൊട്ടുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും നമ്മുടെ പങ്കാളിനെ നമുക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തോന്നുന്നതും ഒക്കെ നമ്മുടെ ആ പെയിനിൽ നിന്നുണ്ടാവുന്നതാണ്. എനിക്ക് കിട്ടരുത്. അപ്പം നമ്മള് ഇതിന്റെ അവസാനം ഞങ്ങൾ ഒന്നിക്കുന്നതാണ് എന്ന് നമ്മള് വിചാരിക്കരുത്. അതാണ് ഞാൻ പിന്നെയും പറഞ്ഞതും അത് തന്നെയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ ആ മൊമെന്റ്സ് എത്ര നാള് നമ്മുടെ കൂടെ ആ വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തി നമുക്ക് നല്ലതും മോശവുമായ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാവാം. അത് ഒരു വ്യക്തി വന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ മാറ്റിയെടുക്കുമല്ലോ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ട് ഓക്കെ ഇയാൾ അങ്ങനെ ചെയ്യുന്നു നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല. കുറെയൊക്കെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഫോളോ ചെയ്ത് പോകും. കാരണം നമുക്കത് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അല്ലേ. അപ്പം അതും നമ്മൾ കുറെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പം നല്ല സൈഡ് പോലെ തന്നെ മോശം സൈഡും ഉണ്ട്. പക്ഷെ എപ്പോഴും നല്ല സൈഡിന് മുൻഗണന കൊടുത്ത് അതിന്റെ നല്ല വശങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ആ രീതിയിൽ പ്രണയത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് കാണാനൊന്നും എപ്പോഴും നമുക്ക് അതിന്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ കണ്ടത് നടിക്കണം എന്നല്ല പറയുന്നത്. കുറെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് ആ തെറ്റിനെ തിരുത്തി പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും പിന്നീട് ചെയ്ത കാര്യം പിന്നെ ആവർത്തിക്കുന്നുണ്ടെന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആവർത്തിക്കുന്നില്ല, ഇനിയും ഒരു തെറ്റ് വരുമ്പോൾ അതിന് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ രണ്ടാളുകൾക്കും പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന പോലെ അവർക്കും നമുക്കും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, കുറെ ഇരുന്ന് സംസാരിക്കുക. എപ്പോഴും നമ്മുടെ ഫ്യൂച്ചർ മാത്രമല്ല, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു കൂടെ സംസാരിക്കാൻ അവസരം കൊടുക്കാനാണ് വെച്ചാൽ എപ്പോഴും നമ്മുടെ കാര്യം, നമ്മുടെ വിഷമം നമുക്കതില്ല, നമുക്കിതില്ല, ദുരന്തം പറയുന്ന ആ സ്പേസിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ സിനിമ കാണുന്നവരാണ്, നമ്മൾ പല പല ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നവരാണ്, നമ്മൾ പല പല മനുഷ്യരെ മീറ്റ് ചെയ്യുന്നവരാണ്. എത്ര കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഒരു ദിവസം. എനിക്കൊക്കെ ചില ദിവസങ്ങളിൽ സംസാരിച്ചാൽ തീരാറില്ല, പക്ഷെ അത്രയും സംസാരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ് എനിക്കൊക്കെ. പക്ഷെ അത്ര ഇപ്പൊ ഓഫീസിലാണെങ്കിൽ പോലും നമുക്ക് എത്ര കാര്യങ്ങൾ സംസാരിക്കാൻ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ലോകത്ത് നടക്കുന്ന പല പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. എപ്പോഴും നമ്മുടെ ദുരന്തം പറയുമ്പോഴാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. കുറെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, എനിക്കിതില്ല, അല്ലെങ്കിൽ പാർട്ണർ ഇങ്ങനെ ആയിരുന്നില്ല, നിങ്ങൾ ഇങ്ങനെയാണല്ലോ,
എനിക്ക് പറ്റിയതായിരുന്നു നല്ലതെന്ന് തോന്നുന്നതൊക്കെ ഇവരോട് പറയാതിരിക്കുക. അതെ, അപ്പൊ അത് വീണ്ടും ഒരു പ്രശ്നമായിരുന്നു. പിന്നെ നീ അവനെ സംസാരിച്ചാലും പ്രശ്നമാണ്. പ്രശ്നമാണ്. ഇപ്പൊ പിന്നെ പ്രണയത്തിന് കുറെ തലങ്ങളുണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ്, ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ കുറെ പ്രണയത്തിന്റെ പല പല തലങ്ങളാണ്. നമ്മളിപ്പോ നമുക്കൊന്നും പരിചയം പോലും ഇല്ലാത്ത കുറെ ഏരിയയിലേക്കൊക്കെ ഇപ്പത്തെ ജനറേഷൻ അതിനെ കൊണ്ടുപോകും. നമ്മളൊക്കെ ആ ജനറേഷൻപ്പെട്ട ആൾക്കാരാണ്, പക്ഷെ നമുക്കതില്ല, അറിവില്ല. പക്ഷെ അറിവുള്ള ആളുകൾ ആ രീതിയിലേക്കൊക്കെ പോകുന്നു. അപ്പൊ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യാ, ജഡ്ജ് ചെയ്യാതിരിക്കാം മറ്റുള്ള പ്രണയങ്ങളെ അല്ലെ, കൂടുതലും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ക്രിസ്റ്റീനൊക്കെ ഒരു പ്രണയമുണ്ട്. ഇപ്പൊ എന്റെ സങ്കല്പത്തിനൊത്ത ഒരാളെ അല്ല ക്രിസ്റ്റീനെ ചൂസ് ചെയ്യുന്നത്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്റ്റീനയ്ക്ക് ഓക്കെ ആയതുകൊണ്ടാണ്. കൃപ എങ്ങനെ ഒരാളെ ചൂസ് ചെയ്തെങ്കിൽ അത് കൃപയ്ക്ക് ഓക്കെ ആയതുകൊണ്ടാണല്ലോ. അപ്പം ഒരാൾ ഇഷ്ടം പറയുമ്പോൾ അതിനെ ആ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ കൃപ വന്ന് റെഡി, ഇങ്ങനെ കൃപയും ഞാനിപ്പോ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ കൃപ എന്നോട് വന്ന് പറയാ, ഇങ്ങനെ ഒരാളെ എനിക്ക് ഇഷ്ടമാണ്, ഞാനിങ്ങനെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്, ആടി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറയാ. അതെടി മുന്നത്തെ അനുഭവം നിനക്ക് അറിയാലോ, അത് വെച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ അവസാനം പണി വാങ്ങിച്ചു കൂട്ടരുത് എന്നൊക്കെ പറയുന്നത്. നിനക്ക് പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കും. അങ്ങനെയൊക്കെ ആ രീതിയിൽ പ്രണയം എല്ലാവർക്കും വേണം. പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും എല്ലാവരും അനുഭവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഒരാളെ പ്രണയിച്ചിരിക്കണം. ആ ഒരു എക്സ്പീരിയൻസ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാവണം. ഇപ്പം നമുക്ക് പറയാനുള്ളത്, ഈ വാലന്റൈൻസ് ഡേ ദിനത്തില് എല്ലാവർക്കും നല്ലൊരു പ്രണയം ആസ്വദിക്കാൻ വേണ്ടി പറ്റട്ടെ. അങ്ങനെ സാധിക്കാത്തവർക്ക് 1-ാം തീയതി മുതല് പ്രണയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, പ്രപ്പോസ് ഡേ, റോസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പ്രണയം എന്ന് പറഞ്ഞാല് അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇതൊരു വിവാഹത്തിലേക്ക് എത്തുന്നതല്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ ഒരു ഡേയിൽ മാത്രം ഒതുങ്ങാതെ എല്ലാ ദിവസവും അതിനെ ആസ്വദിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ടോക്സിക് ആണ് ബന്ധം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റണം. ഒരു പ്രണയം ബ്രേക്കപ്പ് ആവുന്നതിലല്ല നമ്മുടെ ആരുടെ ലൈഫ് ഇരിക്കുന്നതെന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു പ്രണയദിനവും പ്രണയവും ഒക്കെ ഞാൻ ആശംസിക്കുന്നു.